പലരും പലപ്പോഴും പറയാറുണ്ട്, എന്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത പ്രയാസം. എന്താണ് പ്രയാസം? എന്റെ ഹൃദയത്തിൽ യക്ഷിക്ക് വരികയാണ്, എന്നെ പിശാച്ച് പിടികൂടിയിരിക്കുകയാണ്, പിശാച്ച് എന്നെ വസ്വാസാക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇതൊരു അപകടമാണ്, മഹാമാരകമായ രോഗമാണ്. അതിൽ നിന്നിട്ട് മോചനം തേടാൻ വേണ്ടി നാം എല്ലാ പയറ്റേണ്ടതും എല്ലാ പരിശ്രമവും പരിശ്രമിക്കേണ്ടതുമാണ്. കാരണം ഇത് രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ് ഹൃദയം ക്ലിയർ ആവുക എന്നത്. അതെ, ഇഹലോകത്തിൽ നല്ല ശുദ്ധ ജീവിതം, നല്ല ജീവിതം ജനങ്ങളുടെ ഇടയിൽ നയിക്കാനുള്ളതായ ഭാഗ്യം ക്ലിയറായ ഹൃദയത്തിന്റെ ഉടമക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ബർസഖിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും അവന് രക്ഷപ്പെടാൻ ക്ലിയറായ ഹൃദയത്തിലൂടെ സാധിക്കുന്നു. അതുപോലെ പരലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇത് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, സുരക്ഷിതത്വത്തോടു കൂടിയുള്ളതായ ഹൃദയവുമായിട്ട് റബ്ബിലേക്ക് വന്ന വ്യക്തി എന്ന് വിശേഷിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള വ്യക്തിയാവാനുള്ളതായ ഭാഗ്യം ലഭിക്കുന്നു. അപ്പോൾ ക്ലിയറായ ഹൃദയം ഉണ്ടായി മാറുക എന്നത് അത് പ്രവർത്തിച്ച് യത്നിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടതായ ഒരു ഡ്യൂട്ടിയാണ്. അത് നാം നിർവഹിക്കേണ്ടതാണ് ദൈനംദിനം. നമ്മളുടെ ഹൃദയത്തിന് ഒരു കറയും തട്ടാതിരിക്കാൻ, അഥവാ മാരകമായ രോഗങ്ങൾ, അത് ഭൗതികമായ ശരീരത്തിനുള്ള രോഗമല്ല, ഹൃദയത്തിന് തട്ടുന്ന രോഗമാണ്. അത് ബൂളാവട്ടെ, ദേഷ്യമാവട്ടെ, കോപമാവട്ടെ, അസൂയാവട്ടെ, ഹെഖ്ദാവട്ടെ, ഏത് രൂപത്തിലുള്ള ഹിബ്ർ അതിൽ ഏറ്റവും വലിയതായ രോഗമാണ്. അഥവാ അഹങ്കാരവും അഹംഭാവവും ഒരാളിൽ പിടികൂടി കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സാധിക്കുകയില്ല, ആദരിക്കാൻ സാധിക്കുകയില്ല, സ്നേഹിക്കാൻ സാധിക്കുകയില്ല, അവരോട് അടുക്കാൻ സാധിക്കുകയില്ല, അവരോട് നല്ല പെരുമാറ്റം പെരുമാറാൻ സാധിക്കുകയില്ല. എപ്പോഴും അവന് മാനസിക രോഗമായിരിക്കും. എന്തുകൊണ്ട്? അവൻ മറ്റുള്ളവരെക്കാളും ഉയർന്ന ആളാണ് എന്നതായ വ്യാമോഹം അവന് പിടികൂടിയത് കൊണ്ട്. അത് അപകടമാണ്. ഹൃദയ രോഗത്തിൽ ഏറ്റവും അപകടം പിടിച്ച രോഗമാണ് കിബിറി എന്നത്, അഹങ്കാരം എന്നത്. അതെ, മനുഷ്യൻ സ്വയം ഉയർന്നവനായിട്ട് അവന് തോന്നിയാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തുമെന്നതാണ്. ഒരാൾ സ്വയം പൊങ്ങിയാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതപ്പതിച്ചവനാക്കി മാറ്റും. അതുപോലെ തന്നെ ഒരാള് സ്വയം താഴ്ന്നാൽ വിനയത്തോടു കൂടി നല്ല രൂപത്തിൽ പെരുമാറേണ്ടതായ ശൈലി ഒരാളിൽ നിന്നിട്ട് ഉടലെടുത്തു കഴിഞ്ഞാൽ, ഒരാൾ അതിന് വേണ്ടി എത്തിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും പൊക്കുകയും ചെയ്യുന്നതാണ്. സജ്ജനങ്ങളെ കുറിച്ച് പരലോകത്തിൽ സ്വർഗീയ കസാലയിൽ വട്ടമിട്ടിരിക്കുന്നതായ ആ മഹാത്മാക്കളെ കുറിച്ച് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു പറഞ്ഞ ശൈലി തന്നെ അവരെ അഥവാ സജ്ജനങ്ങളായ ആ മഹാത്മാക്കൾ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ ഇടയിൽ എന്തില്ല? അവരുടെ ഹൃദയത്തിൽ അറുപ്പില്ല, വെറുപ്പില്ല, ദേഷ്യമില്ല, കോപമില്ല. അവരുടെ ഹൃദയത്തിലിട്ട് അതിനെല്ലാം കഴുകി ശുദ്ധീകരിച്ച് ക്ലിയറായ ഹൃദയത്തിനുടമകളായി ഭൂമിയിൽ വെച്ചിട്ട് ജീവിച്ചത് കാരണത്താൽ അവിടെ ആ വട്ടമിട്ട കസേരയിൽ ഇരുന്നു കൊണ്ട്, സ്വർഗീയ കസേരയിൽ ഇരുന്നു കൊണ്ട്, സ്വർഗീയ ചെയറുകളിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ഉല്ലസിക്കാൻ, അവർക്ക് സന്തോഷിക്കാൻ, അവർക്ക് ആഹ്ലാദിക്കാൻ, അവർക്ക് ഒരുമിച്ച് കൂടാനുള്ളതായ മഹാഭാഗ്യം ലഭിക്കുന്നതായ സ്വർഗപ്പുള്ളികളെ കുറിച്ച് അല്ലാഹു സംസാരിച്ചപ്പോൾ ഹൃദയം ക്ലിയറായവരെ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്. അതെ, സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നവരെ സംബന്ധിച്ച് തന്നെ പരിപൂർണ ചന്ദ്രനോട് തുല്യതയുള്ളതായ വിഭാഗമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരും അതിന് ശേഷമുള്ളതായ ഓരോരോ പ്രത്യേകതകൾ അള്ളാഹുവിന്റെ റസൂല് ഒരു ഹദീസിൽ നീട്ടി വലിച്ചു പറഞ്ഞതിനെ കുറിച്ച് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. ആ വിഭാഗങ്ങളുടെ എല്ലാം പ്രത്യേകത ഹൃദയം ക്ലിയർ ആയവരാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തേക്ക് എത്താൻ, ആ ഭാഗ്യത്തിലേക്ക് എത്താൻ, ആ പ്രഭ അവർക്ക് ലഭിക്കാൻ, ആ പ്രകാശത്തിൽ അവർക്ക് ആസ്വദിക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള ഹൃദയം ക്ലിയറായ വിഭാഗമായിരുന്നു, വിഭാഗത്തിൽ നേതൃത്വം വഹിക്കുന്നവരായിരുന്നു നമ്മുടെ നേതാക്കളായ നബിമാർ. അതെ, മനുഷ്യൻ ഇവിടെ അഹങ്കാരം നടിച്ചുകൊണ്ട് അവരെ ഇല്ലാത്തതായ, അവൻ അള്ളാഹു നൽകാത്തതായ എന്തെല്ലാം മഹിമകളും ബഹുമതികളും അവനുണ്ടെന്ന് തോന്നി അവൻ അതിൽ വ്യാമോഹമുണ്ടായി അവന് മറ്റുള്ളവരെ തരം താഴ്ത്തി കാണുക എന്ന സ്വഭാവം, അത് അറബി ഭാഷയിൽ സുഹ്റുഫ് എന്ന് പറയും പോലെ അത് വെറും വ്യാമോഹം മാത്രമാണ്, അത് ഡേക്കോർ മാത്രമാണ്. അത് യഥാർത്ഥത്തിൽ മേക്കപ്പ് അല്ലാതെ യാതൊരു പ്രയോജനവും അതിലൂടെ ലഭിക്കുന്നതല്ല. ജനങ്ങളുടെ മുമ്പിൽ ഹൃദയം തട്ടി അറിഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് ക്ലിയറോടുകൂടി ജനങ്ങളെ സ്നേഹിക്കുമ്പോൾ, ജനങ്ങളോട് സ്നേഹമുണ്ടാകുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥ സത്യവിശ്വാസി ആണ് എന്ന് അവനുള്ള അഡ്രസ്സായി മാറുകയും അവനെ കുറിച്ച് പറയാൻ പറ്റുകയും ചെയ്യുക. ഇബ്രാഹിം
അലൈഹിസ്സലാം ആ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി, ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ തന്നെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളിൽ തട്ടിയതായ ഏറ്റവും മാരകമായ രോഗം ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത്. എല്ലാ ദൂതന്മാരും അത് തന്നെയാണ് ചെയ്തിരുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, ഏത് നബിയെ നാം അയക്കുന്നുണ്ടെങ്കിലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി അറിയിച്ചപ്പോഴും അതിനു മുമ്പുള്ള നബിമാർക്ക് വഹി അറിയിച്ചപ്പോഴും അവരോടെല്ലാം അള്ളാഹു പറഞ്ഞത്, ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നിട്ട് മാരകമായ രോഗത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെടണം. അതാണ് നബിമാര് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഡ്യൂട്ടി നിർവഹിച്ചതായ ആ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവോട് ആവശ്യപ്പെട്ടു, ശേഷം വരുന്നവരെല്ലാം ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പുകഴ്ത്തുന്ന, വാഴ്ത്തുന്ന ആ മഹാമഹിമ, ആ മഹാബഹുമതി, ആ മഹാബഹുമാനം ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആഗ്രഹിച്ചതുപോലെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചതുപോലെ ഇന്നും ഇതാ ഞാനിപ്പോൾ പറയുന്നു എന്ന് മക്ക ഇമാമ് പറഞ്ഞു. ലോക മുസ്ലിങ്ങൾ എല്ലാ മിമ്പറുകളുടെ മീതെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇബ്രാഹിമിനെ വാഴ്ത്തുന്നു, ഇബ്രാഹിമിനെ പുകഴ്ത്തുന്നു അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഈ സ്റ്റാൻഡേർഡിലേക്ക് എത്തിച്ചത് അവരെ എന്തായിരുന്നു? സലാമത്തുൽ ഖൽബി എന്നതായ ആ ഹൃദയം ക്ലിയറായ രൂപത്തിലുള്ള സമീപനമായിരുന്നു. അതാണ് സത്യവിശ്വാസിക്ക് വേണ്ടത്, അതാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത്. നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് മക്ക ഇമാമിന് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, അവരുടെ ജീവിതത്തിൽ അവരുടെ ശരീരത്തിന് വേണ്ടി അഥവാ പകരം വീട്ടാൻ വേണ്ടി ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല, കോപിച്ചിട്ടേ ഇല്ല. ശരീരത്തിന് വേണ്ടി കോപിക്കുക എന്നത് റസൂലുള്ളാഹിയുടെ സ്വഭാവമേ അല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ പോർക്കളത്തിൽ വെച്ചിട്ടല്ലാതെ അവരുടെ കൈകൊണ്ട് ഭാര്യമാരെയോ കുട്ടികളെയോ മനുഷ്യന്മാരെയോ ദ്രോഹിക്കുകയോ മർദ്ദിക്കുകയോ അടിക്കുകയോ ചെയ്തിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ദേഷ്യം എന്താണ് എന്നത് തന്നെ അള്ളാന്റെ വഴിയിലല്ലാതെ അറിയുകയില്ല. അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുക അത് റസൂലിൽ നിന്നിട്ട് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ദേഷ്യം. അത് എന്തിലേക്ക് തെളിവാണ്? നമ്മുടെ ഹൃദയം ക്ലിയർ ആണ് എന്നതിലേക്ക് തെളിവാണ്. നാം അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുക, അള്ളാഹു റസൂലിന് വേണ്ടി ദേഷ്യപ്പെടുക, അഥവാ അവരെ കുറിച്ച് വല്ലവരും ആക്ഷേപിക്കുമ്പോൾ ആക്ഷേപത്തിന് മറുപടി നൽകാൻ വേണ്ടി അവിടെ നമുക്ക് ദേഷ്യം ഉണ്ടാവൽ അത് സ്വഭാവമാണ് എന്ന് മാത്രമല്ല ഉണ്ടായിരിക്കേണ്ടതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ ഒരു ചെറിയ വീഴ്ച അവരിൽ നിന്നിട്ട് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഉണ്ടായപ്പോൾ അവരോട് എനിക്ക് മാഫി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇത് പെട്ടെന്ന് അത് കൂട്ടാക്കിയില്ല. പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ദീഖിന് പ്രയാസമുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആക്ഷേപിച്ചു, എനിക്ക് ഉമർ മാഫി ചെയ്തില്ല എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയാസമുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്ഫിറുല്ലാഹു ലി അബീ ബക്കർ, യഗ്ഫിറുല്ലാഹു ലി അബീ ബക്കർ, അബൂബക്കറിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അബൂബക്കറിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അബൂബക്കറിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് 3 പ്രാവശ്യം പറഞ്ഞ ശേഷം ഹൽ അൻതും താരിഖി ലി സാഹിബി, എന്റെ കൂട്ടുകാരനായ മഹാനായ അബൂബക്കറിനെ നിങ്ങൾ എനിക്ക് വേണ്ടി ഉപേക്ഷിച്ച് കളയുക അഥവാ ഒഴിവാക്കി കളയുക, നിങ്ങൾ അദ്ദേഹത്തിനെ ദ്രോഹിക്കരുത്, നിങ്ങൾ അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്തരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞു. ഇതെന്താണ് നമ്മളോട് ഈ സംഭവം കുറിക്കുന്നത്? അബൂബക്കറിന്റെ ഹൃദയ ക്ലിയറിംഗ്. അതെ, ഒരു മുസ്ലിമുമായി അത് ഉമറാവട്ടെ അല്ലാത്തവരാവട്ടെ ഒരു പ്രയാസമുണ്ടാകുന്ന രൂപം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് ഒരു മഹാപാപമായിട്ടാണ് അവർ ഗണിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ സംഭവിച്ചപ്പോൾ തന്നെ ഉടനെ തന്നെ മാഫിന് വേണ്ടിയും പാപമോചനത്തിന് വേണ്ടിയും മഹാനായ ഉമറുൽ ഖത്താബിനോട് ചോദിക്കുകയും ആ പ്രശ്നം അവിടെ ഉമറുൽ ഖത്താബിൽ നിന്നിട്ട് ലഭിച്ചില്ല എന്ന് കണ്ടപ്പോൾ പ്രശ്നം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് എത്തിക്കുകയും അങ്ങനെ അതിന് പരിഹാരമാർഗം കാണാൻ വേണ്ടി പാടുപെടുകയും ചെയ്തു. അപ്പോൾ ഹൃദയം ക്ലിയറായതായ അബൂബക്കർ, ഹൃദയം ക്ലിയറായതായ ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ നാം കണ്ടതാണ്. മഹാനായ ഉമർ വന്നപ്പോൾ ഇവിടെ പ്രശ്നം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് എത്തിയെന്ന് കണ്ടപ്പോൾ മുട്ടുകുത്തിയും കൊണ്ട് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വെച്ചിട്ട് പറയുകയുണ്ടായി, ഞാനാണ് തെറ്റുകാരൻ, ഞാനാണ് തെറ്റുകാരൻ, എന്നിൽ നിന്നിട്ട് വന്നു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അപ്പോൾ തന്നെ ക്ഷമയാചനം തേടുകയും ചെയ്തതായ സംഭവം ബുഖാരിയിലുള്ളതായ സംഭവം കുറിക്കുന്നത് അവരുടെ ആ ഹൃദയ ക്ലിയറിംഗ് ആണ് എന്നതാണ് നാം പഠിക്കേണ്ടത് എന്ന് ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി.